ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. 40 രൂപ മുതലാണ് ഇതിൽ പ്ലാന്റ്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ എല്ലാ പ്ലാന്റ്സും 40 രൂപയല്ല, 40 രൂപ മുതലാണ് ഇതിൽ ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത്. അതിൽ നല്ല റേറ്റ് കൂടിയ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ്. കുറച്ച് പുതിയ വെറൈറ്റീസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. മാത്രമല്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഹാങ്ങിങ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് ബോട്ടിൽ ബ്രഷ് ആണ്. ബോട്ടിൽ ബ്രഷ് നമുക്ക് എല്ലാവർക്കും അറിയാം, പോട്ടിലും നിലത്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. 60 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് അഗത്തിച്ചീരയാണ് കേട്ടോ. അഗത്തിച്ചീരയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്, തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്, കോറൽ വൈൻ. നമുക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കോറൽ വൈന്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ജാക്കോബിന പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് ജാക്കോബിനയുടെ നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. നമുക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നൺ ഓർക്കിഡാണ്. നമുക്ക് കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ നൺ ഓർക്കിഡ്. ഇതിൽ ഫ്ലവറിൽ ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് കൊത്തി പൂക്കളുണ്ടാകും. മാത്രമല്ല നല്ല വലിയ പൂക്കളുമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കലാത്തിയ ലൂട്ടിയാണ്. കലാത്തിയ ലൂട്ടിയുടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്, തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 120 രൂപ പ്രൈസ് വരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ കലാത്തിയ ലൂട്ടിയ. നെക്സ്റ്റ് വൺ വരുന്നത് ബൊഹീനിയ കോക്സിനിയ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ടൈപ്പൊന്നും അല്ല കേട്ടോ. നമുക്ക് പോട്ടിലോ നിലത്തൊക്കെ ഇതിനെ വളർത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ പൂക്കൾ ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ലെമൺ ആണ് കേട്ടോ. ഈ വെരിഗേറ്റഡ് ലെമണ് ശരിക്കും നല്ല പുളിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ജ്യൂസ് ആക്കുന്നതിനാണ് കൂടുതൽ നല്ലത്. മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ കായകൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മിനിയേച്ചർ അലമാണ്ട. ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല, കുറ്റിച്ചെടിയായി നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇസ്രായേൽ ഫിഗ് ആണ്. ഇസ്രായേൽ ഫിഗിൻ്റെ ലെയർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ തന്നെ വേഗം കായായി തുടങ്ങുന്നുണ്ട്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത്. ഒരുപാട് ലീഫ് തെങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല ഈ ഒരു ഇസ്രായേൽ ഫിഗ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് അലമാണ്ടയാണ്. നമ്മൾ നേരത്തെ കണ്ട അലമാണ്ടയുടെ മിനിയേച്ചർ അലമാണ്ടേൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത്. ഇതങ്ങനെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് അല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ് കേട്ടോ. ഗാർലിക് വൈനെ നമുക്ക് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ നിലത്തും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒലിവ് പ്ലാന്റ് ആണ്. ഒലിവ് പ്ലാന്റ് വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് സീഡ് പ്ലാന്റ് ആണോ ലെയർ പ്ലാന്റ് ആണോ എന്നുള്ളത്. ലെയർ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗാർഡീനിയ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഫ്ലവർ സെയിം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫായിരിക്കും. ഇതിപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരിക്കുന്നൊരു പ്ലാന്റ് ആണ്. ഇതുപോലെയാണ് ഈ പ്ലാന്റ് ഉണ്ടാകുന്നത്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സിംഗിൾ പെറ്റൽ അസാലിയാണ്. അസാലിയയുടെ സിംഗിൾ പെറ്റൽ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ പ്ലാന്റ് അല്ല, നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. ചിലതൊക്കെ മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ ബാൾസത്തിൻ്റെ റെഡ് ആണ് കേട്ടോ. 2 ഷെയ്ഡ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. 40 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ബാൾസം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഡബിൾ പെറ്റൽ നല്ല റോസാപ്പൂ പോലെയാണ് ഇതിൻ്റെ പൂക്കളിരിക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് ലെഗസ്ട്രോമിയാണ്. വൈറ്റ് ലെഗസ്ട്രോമിയ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു സൈസ് പ്ലാന്റ്സുകളായിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ ഒരുപാട് ഓഫർ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ സെൻറ്റ് ജോൺസ് വേർട്ട് ആണ്. യെല്ലോ മെലസ്ട്രോമ എന്ന് കോമണായി നമ്മൾ വിളിക്കുന്ന സെൻറ്റ് ജോൺസ് വേർട്ട്. ഇതിൻ്റെ തണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ നാനോ ആയിട്ടുള്ള തണ്ടുകളാണ്. അടുത്തായിട്ട് വരുന്നത് ഡബിൾ പെറ്റൽ അലമാണ്ടയാണ് കേട്ടോ. ഇതും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല, നമ്മൾ സാധാരണ കാണുന്നത് സിംഗിൾ പെറ്റലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 അടുത്തതായിട്ടൊരു ക്രീപ്പർ വെറൈറ്റിയാണ്, മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. ഈ മെക്സിക്കൻ ഫ്ലെയിം വൈൻ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്.
നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച് ബാൾസമാണ്. ഡബിൾ പെറ്റൽ ബാൾസം നമ്മൾ നേരത്തെ റെഡ് കണ്ടിരുന്നു, അതിൻ്റെ തന്നെ സെയിം പീച്ച് കളറ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപ മാത്രമാണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ്. വർഷത്തിലൊരിക്കലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഓട്ടുമുല്ല എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. പൂക്കളുണ്ടാകുന്ന സമയത്ത് തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ട്രംപറ്റ് വൈൻ. അടുത്തായിട്ട് ഗാർഡീനിയ പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ഗാർഡീനിയ നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ സെയിം ഫ്ലവർ തന്നെയാണ്, നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. എന്നാൽ ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണിത്. അടുത്തായിട്ട് നാനോക്കാണ്. ഇതൊരു ഹാങ്ങിങ് ആയിട്ട് വളർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഗാർഡനിലും വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം വെളിച്ചം തട്ടുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ അമേരിക്കൻ ഹോളിയാണ്. ഇതിൻ്റെ ഫ്ലവർ അല്ല ഭംഗി, ഇതിൻ്റെ ഈ ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ അമേരിക്കൻ ഹോളി. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സിനിയ പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് തമ്പർജിയ കോക്സിനിയ. എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിനും അതുപോലെ തന്നെ ഒരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് സുഗന്ധമുള്ള പൂക്കളൊന്നും അല്ല ഇതിലുണ്ടാകുന്നത്, എന്നാൽ ഒരുപാട് ഉയരം വയ്ക്കാതെ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് ഓറഞ്ച് കനകാമ്പരമാണ് കേട്ടോ. ഈ കനകാമ്പരം ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ചെറിയ പ്ലാന്റ്സിൽ തന്നെ, നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സുകളിൽ പോലും ഇതിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട്. നമുക്ക് പോട്ടിലോ നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് ഹണിസക്കിളാണ്. ഈ ഹണിസക്കിൾ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത 3 ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത്. മാത്രമല്ല നല്ല സുഗന്ധമുള്ള പൂക്കൾ കൂടിയാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തായിട്ട് റെഡ് മാൻഡിവില്ല പ്ലാന്റ് ആണ്. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നോർമൽ ടൈപ്പ് അല്ല, ഹൈബ്രിഡ് ആണ്. ഹാങ്ങിങ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ബിഗ്നോണിയ ക്രീപ്പറാണ്. ബിഗ്നോണിയ ക്രീപ്പറും നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണുന്നൊരു ക്രീപ്പർ പ്ലാന്റ് അല്ല, ഹാർഡി വെറൈറ്റിയാണ്. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റും അല്ല. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 100 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് മാൻഡിവില്ലയാണ്. നമ്മൾ നേരത്തെ കണ്ട റെഡിൻ്റെ അതേ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് നന്ദ്യാർ വട്ടാണ്. നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. ഇതിന് അങ്ങനെ ഒരുപാട് സുഗന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഡബിൾ പെറ്റൽ ഫ്ലവർ ആയിരിക്കും വിരിയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഡിൽ ലീഫ് ഫിഗ് ആണ്. ഈ ഫിഡിൽ ലീഫ് ഫിഗിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താം, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ബാമ്പു ആണ്. വാട്ടർ ബാമ്പു അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. നമുക്കിതിനിങ്ങനെ ഇതുപോലെ വെട്ടി നിർത്തി ഷേപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് മാൻഡിവില്ല പ്ലാന്റ് ആണ് കേട്ടോ. വൈറ്റ് മാൻഡിവില്ലയും ഹൈബ്രിഡ് ടൈപ്പ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ചൈനീസ് ഹാറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റെഡും കുറച്ച് യെല്ലോ ഷെയ്ഡും നമ്മുടെ അടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ. ഇതങ്ങനെ എല്ലാവരും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല. നമ്മൾ നോർമൽ ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ ഉള്ളതും വൈറ്റ് ഫ്ലവർ ഉള്ളതൊക്കെ കാണാറുണ്ട്. ഇത് നല്ല ബ്ലാക്ക് കളർ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ വിരിയുന്ന ബ്ലാക്ക് ലില്ലിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. വൈറ്റ് ക്യാൻഡിൽ വരുന്നത് നമ്മുടെ ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. നെക്സ്റ്റ് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 2 കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. അടുത്തായിട്ട് വരുന്നത് ബുഷ് ഓറഞ്ചാണ്. ഈ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ടാവും, കുത്തി കായകളുണ്ടാകും. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ പോലും നിറച്ചും കായ ഉണ്ടാകും. എന്നാൽ ഇത് മധുരമല്ല, പുളിയാണ്. അടുത്തായിട്ട് വരുന്നത് ഡ്വാഫ് മധുമാലതി പ്ലാന്റ് ആണ് കേട്ടോ. മധുമാലതിയുടെ 2 വെറൈറ്റീസ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഹൈബ്രിഡ് വെറൈറ്റി, ഒന്ന് ഡ്വാഫ് വെറൈറ്റി. ഇത് നമ്മുടെ നോർമൽ ടൈപ്പിൻ്റെ തന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവാതെ കുറ്റിച്ചെടിയായി നിന്ന് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അടുത്തായിട്ട് വൈറ്റ് ഫയർ ക്രാക്കറാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് റെഡാണ്, ഇത് വൈറ്റ്. അടുത്തായിട്ട് ബ്രെയിനിയ പ്ലാന്റ് ആണ്. ബ്രെയിനിയയുടെ ലീഫാണ് കൂടുതൽ ഭംഗി. ഇത് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് അല്ല, ലീഫി പ്ലാന്റ് ആണ്. പക്ഷേ ഈ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് G9 റോബസ്റ്റയാണ്. G9 റോബസ്റ്റ ഒരു 9 മാസം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് കൊലയായി വെട്ടാനായി തുടങ്ങും. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് പിങ്ക് ബ്ലീഡ് ഹെർട്ടാണ്. പിങ്ക് ബ്ലീഡ് ഹെർട്ടിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ചിലതൊക്കെ തന്നെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സാണ് നമുക്ക് അയച്ചു തരുന്നത്. 50 രൂപയാണ് പ്രൈസ്.
നെക്സ്റ്റ് വൺ വരുന്നത് ഓർക്കിഡ് റോസ് ആണ്. ഈ ഓർക്കിഡ് റോസും അതുപോലെ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവർ പിന്നെ റോസ് വെറൈറ്റിയാണ്. ഇതിൽ മുള്ളുകൾ ഉണ്ടാവില്ല, എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്, ബഡ് റോസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു റോസ് വെറൈറ്റിയാണ്. അടുത്തതായിട്ട് ഡിലേനിയ ഫിലിപ്പനൻസിസ് എന്നറിയപ്പെടുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ചെമ്പകത്തിൻ്റെ പൂക്കളോടൊക്കെ സാദൃശ്യം തോന്നുന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഒരു സമയത്ത് നല്ല റേറ്റിൽ നിന്നിരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ 280 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ്. 60 രൂപയാണ് ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ്. വെരിഗേറ്റഡ് പെഡിലാന്തസിനെ നമുക്കൊരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറും ആ ഒരു കളറും വ്യത്യാസം വരും. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ ഗോൾഡൻ ഗാർഡീനിയ. ഗാർഡീനിയയുടെ തന്നെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് കൂടിയാണ്. 60 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് എലിയോ കാർപ്പസ് ആണ്. എലിയോ കാർപ്പസും ഒരു ഹാർഡി വെറൈറ്റി തന്നെയാണ്. നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹാർട്ടാണ്. പിങ്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ തന്നെ ആ ഒരു വൈറ്റ് ക്യാപ്പും ഉള്ളിൽ റെഡ് ഫ്ലവറും വരുന്ന ടൈപ്പാണിത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് കമേലിയ ജപ്പോണിക്ക. 550 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതല്ല കേട്ടോ പ്ലാന്റ് സൈസ്, ഇത് മദർ പ്ലാന്റ് കാണിച്ചതാണ്. ഇതുപോലെ എല്ലാ സമയത്തും 365 ദിവസവും ജപ്പോണിക്കയിൽ, കമേലിയ ജപ്പോണിക്കയിൽ പൂക്കളുണ്ടാകുന്നു. പക്ഷേ ചെറിയ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് 550. ആ മദർ പ്ലാന്റിൻ്റെ സൈസ് അതും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. അത് വേണ്ടവർ അത് മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതുപോലെ ഹാഫ് ഇൻഡോറായിട്ടും ഫുൾ ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ലീഫി പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. അടുത്തായിട്ട് വരുന്നത് ബ്ലൂ പ്ലംബാഗോയാണ്. ഈ പ്ലാന്റ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടിങ്സ് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാ സമയത്തും മഴക്കാലത്ത് പോലും ഇതിൽ നിറഞ്ഞ പൂക്കളായിരിക്കും. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. അടുത്തായിട്ട് വരുന്നത് വൈറ്റ് ഡെയ്സിയാണ് കേട്ടോ. വൈറ്റ് ഡെയ്സിയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് 50 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. ജിഫി സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ലഭിക്കുക. അടുത്തായിട്ട് മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഹണിസക്കിളിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണിത്. എന്നാൽ ഇത് സ്രബ് വെറൈറ്റിയാണ്, ക്രീപ്പറല്ല. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റിലും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് റിപ്സാലിസ് ആണ്. റിപ്സാലിസിൻ്റെ ജിഫി പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ജിഫി പ്ലാന്റിനാണ് 60 രൂപ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തായിട്ട് അരിനെല്ലി. അരിനെല്ലിക്ക് അങ്ങനെ ടൈമൊന്നുമില്ല, എല്ലാ സമയത്തും ഇതിൽ കായ ഉണ്ടാകുന്നു. ഒരു കായ കഴിയുമ്പോഴേക്കും അടുത്ത ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിൽക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയാണ്. പൂ പോലെ തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ തമ്പർജിയ കോക്സീനിയ പോലെ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. അടുത്തായിട്ട് പർപ്പിൾ പാഷനാണ്. ഇതിൻ്റെ ഒരു ലീഫി സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വെൽവെറ്റിൻ്റെ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ലീഫാണെങ്കിലും നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് അല്ല, വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഡാർക്ക് പിങ്കാണിത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ. നമ്മൾ ബ്ലൂവും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. വൈറ്റ് ബ്ലൂവിനെ അപേക്ഷിച്ച് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആണ്. പോട്ടിലോ നിലത്തൊക്കെ നമുക്കിതിനെ വളർത്താനായിട്ട് സാധിക്കും. ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. കട്ടിങ്സാണ് ഇതിൻ്റെത് പിടിപ്പിച്ചെടുക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ഇക്സോറയാണ് കേട്ടോ. ഓറഞ്ച് ഇക്സോറയുടെ നമ്മുടെ ആദ്യം കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ചിലീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ഒരു വെൽവെറ്റ് സ്ട്രക്ചറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് വരുന്നത്. അടുത്തായിട്ട് വൈറ്റ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. വൈറ്റ് അങ്ങനെ ആദ്യമൊന്നും നമ്മൾ അടുത്തുണ്ടായിരുന്നതല്ല. ആദ്യകാലങ്ങളിലൊക്കെ ഒരു യെല്ലോയും ഓറഞ്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്. വൈറ്റ് കുറച്ചായിട്ടുള്ള എത്തിയിട്ട്
180 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ടെക്കോമ ക്യാപ്പൻസിസ്. ടെക്കോമ ക്യാപ്പൻസിസിനെ പോട്ടിലോ നിലത്തൊക്കെ നമുക്ക് വളർത്താം. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റാണിത്. മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് ഓറഞ്ച് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ 3 ഷെയ്ഡാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. ഓറഞ്ചിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്, വൈറ്റിൻ്റെ അതേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അടുത്തായിട്ട് കക്കാടമുല്ലയാണ്. കക്കാടമുല്ലയുടെ കുറച്ച് ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ജാസ്മിൻ വെറൈറ്റിയാണ് കക്കാടമുല്ല. ഇത് കുറ്റിച്ചെടിയായിട്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്. അടുത്തായിട്ട് പിങ്ക് കമേലിയാണ് കേട്ടോ. കമേലിയുടെ 5 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ പിങ്കിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപയാണ്. തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല, ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ചിലതൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് റിബൺ ബുഷാണ്. ഈ റിബൺ ബുഷ് ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റുമാണ്. മാത്രമല്ല അത്യാവശ്യം ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിനാണ്. നന്നായി ക്രീപ്പ് ചെയ്ത് പോയി ഫ്ലവർ ഉണ്ടാകുന്നൊരു ജാസ്മിൻ വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ. എന്നാൽ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ നിറഞ്ഞ പൂക്കളായിരിക്കും. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ചെറിയ ലീഫുകളാണ് ഇതിന്. അടുത്തായിട്ട് വരുന്നത് ഒരു ഹാഫ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ബോൺസായി ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ജെയ്ഡ് പ്ലാന്റ്. നമുക്കിതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് കമേലിയയുടെ ഒരു ഡബിൾ ഷെയ്ഡാണ്, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും 170 രൂപയാണ്. നിങ്ങൾ കോംബോ ആയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല, പ്രൈസ് കുറവായിരിക്കും കേട്ടോ. അടുത്തായിട്ട് വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ലയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. കുറ്റിമുല്ലയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അധികം ഹൈറ്റൊന്നും വെച്ച് പോവാതെ തന്നെ എപ്പോഴും പൂക്കളായിരിക്കും കുറ്റിമുല്ല പ്ലാന്റിൽ. അടുത്തായിട്ട് വരുന്നത് പാരിജാതമാണ്. പാരിജാതം പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകും കേട്ടോ. കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ വേഗം ഇതിൽ പൂക്കളുണ്ടാകുന്നുണ്ട്. ഇതിനെ ചട്ടിയിലോ നിലത്തോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കുറേ ടൈം കൊണ്ട് നമ്മൾ നിലത്തൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്രീ ആയി മാറുന്നു. അടുത്തായിട്ട് കാസിബൈ ഫ്ലോറയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് ഈ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്, കാസിബൈ ഫ്ലോറ. അടുത്തായിട്ട് എൽഡർബെറി അതുപോലെ തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. ചെറിയ പ്ലാന്റ്സിൽ നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച ആ പ്ലാന്റ്സിൽ പോലും ഇതിൽ പൂക്കളായിട്ടുണ്ട്. അടുത്തായിട്ട് ബ്രൻഫെൽസിയയുടെ അത്യാവശ്യം വലിയ പ്ലാന്റാണ് 120 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ. അടുത്തായിട്ട് വരുന്നത് യെല്ലോ കോട്ടൺ പ്ലാന്റാണ്. ഇത് നല്ല മൾട്ടി പെറ്റൽ പൂക്കൾ ഇങ്ങനെ മഞ്ഞ കളറിൽ തിങ്ങി റോസാപ്പൂ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത്. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് 120 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. എല്ലാത്തിനും എക്സ്ട്രാ CC ഈടാക്കുന്നതാണ്. അടുത്തായിട്ട് പാസിഫ്ലോറയുടെ പിങ്ക് ഷെയ്ഡ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയ സൈസ് കാണുമ്പോഴേ നമുക്കറിയാം ചെറിയ പ്ലാന്റ്സിൽ തന്നെ ഇതിൽ പൂക്കളാവുന്നു. നേരത്തെ നമ്മൾ ബ്രൻഫെൽസിയുടെ വലിയ പ്ലാന്റാണ് കണ്ടത്. ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഷ് ബോൺ ക്യാറ്റസ് ആണ്. ഫിഷ് ബോൺ ക്യാറ്റസിൽ നമ്മുടെ നൈറ്റ് ക്യൂവിൻ്റെ ഒക്കെ ഫ്ലവർ പോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഇത് ഫ്ലവർ ഇല്ലെങ്കിലും ഇതിന് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന പ്ലാന്റ് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ട്രംപറ്റ് ആണ്. ചൈനീസ് ട്രംപറ്റിൻ്റെ നല്ല ഹെൽത്തി ആയ ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ വലിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഈ 130 രൂപയ്ക്ക് ലഭിക്കുന്നത്. നമ്മൾ നോർമൽ ടെക്കോമയുടെ തന്നെ ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ചൈനീസ് ട്രംപറ്റ്. അടുത്തായിട്ട് വരുന്നത് ബാംബു ഓർക്കിഡാണ്. കൂടുതൽ പരിചരണം ഒന്നുമില്ലാതെ നോർമൽ പോട്ടി മിക്സിൽ തന്നെ നടാൻ പറ്റിയ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് ബാംബു ഓർക്കിഡ്. ഇതിൻ്റെ പുതിയ തൈകളിങ്ങനെ പൊട്ടിമുളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അടുത്തായിട്ട് വെരിഗേറ്റഡ് മെലസ്ട്രോമിയാണ്. വെരിഗേറ്റഡ് മെലസ്ട്രോമിയം അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് അല്ല. ഈ ഒരു 2-3 മാസത്തിനിടയ്ക്കാണ് നമ്മുടെ നഴ്സറികളിൽ ഇത് എത്തിയത്. അടുത്തായിട്ട് ബ്ലൂ ജെയ്ഡ് വൈനാണ്. ബ്ലൂ ജെയ്ഡിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചുറായി വളർന്നു പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നു. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു പ്ലാന്റിൽ പൂക്കളായി തുടങ്ങുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്.
ബ്ലൂ ഹൈഡ്രാഞ്ചിയയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് ടൈപ്പാണ്, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് ലോലിപ്പോപ്പാണ്, യെല്ലോ ലോലിപ്പോപ്പ്. യെല്ലോ ലോലിപ്പോപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ബുഷിയായി നിന്ന് എല്ലാ സമയത്തും മഴക്കാലത്ത് പോലും ഈ ഒരു പ്ലാന്റിൽ പൂക്കളായിരിക്കും. ഇതിനെ നിലത്തോ പോട്ടിലോ ഒക്കെ നിങ്ങൾക്ക് അനായാസം തന്നെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് മൾട്ടി കളർ ലെൻഡാനയാണ് കേട്ടോ. ഒരു 3 ഷെയ്ഡാണ് ഇത് വരുന്നത്. അടുത്തായിട്ട് പവിഴമല്ലി. പവിഴമല്ലി നല്ല സുഗന്ധമുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റാണ് പവിഴമല്ലി. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. പാരിജാതവും പവിഴമല്ലിയൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പ്ലാന്റ്സുകളാണ്. അടുത്തായിട്ട് ലെമൺ വൈനാണ്. ലെമൺ വൈൻ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്, എന്നാലും നമുക്ക് പോട്ടിലും വളർത്താം. അടുത്തായിട്ട് റെഡ് പ്ലൂമേറിയാണ്. റെഡ് പ്ലൂമേറിയ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചുറാവേണ്ട ആവശ്യമില്ല, ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളാവുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫ പ്ലാന്റാണ്. അക്കാലിഫ നമ്മൾ ഒരുപാട് ഓഫർ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. ഹാങ്ങിങ് ആയിട്ടും വളർത്താം. അടുത്തായിട്ട് ക്ലെറോഡെൻഡ്രം പ്ലാന്റാണ്. ക്ലെറോഡെൻഡ്രത്തിൻ്റെ 2 വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് ക്യാപ്പ് വരുന്നതും ഗ്രീൻ ക്യാപ്പ് വരുന്നതും രണ്ടും 50 രൂപയാണ് പ്രൈസ്. ഏതാണ് വേണ്ടതെന്നുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ സൂട്രാന്തിമം എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാകും, പക്ഷേ ലീഫാണ് കൂടുതൽ ഭംഗി. നെക്സ്റ്റ് വൺ വരുന്നത് മൈലാഞ്ചി മെഹന്തി പ്ലാന്റ് ആണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മെഹന്തി പ്ലാന്റ്. നമുക്ക് എണ്ണ കാച്ചുന്നതിനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നഖം ചുവപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ ഒരുപാട് ഔഷധ ഗുണം ഈ ഒരു പ്ലാന്റിനുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ്. ഇതുപോലെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു സ്ട്രബ് വെറൈറ്റിയാണ് ബ്ലാക്ക് ലോക്കസ്റ്റ്. ഈ ഒരു സൈസിൽ ചെറിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 90 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ശരിക്കും ഒരു ട്രീ ടൈപ്പാണ് കേട്ടോ. നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മരമായിട്ട് മാറുന്നു. നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ വെട്ടി നിർത്തിയിട്ട് അതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ബ്രഹ്മകമലം. ബ്രഹ്മകമലത്തിൻ്റെ വൈറ്റ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്, വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് 50 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് പനാമ റോസാണ്. ഇതൊരു സ്ട്രബ് വെറൈറ്റിയാണ്, എന്നാൽ ഒരു സോഫ്റ്റ് ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നു. അടുത്തായിട്ട് യെല്ലോ ഫ്യൂഷനാണ്. യെല്ലോ ഫ്യൂഷൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് 75 പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് പിങ്ക് ഹോയ. പിങ്ക് ഹോയയുടെ നമ്മൾ ജിഫി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും. നിങ്ങൾ ഈ പ്ലാന്റ് നടുമ്പോൾ ഈ ജിഫിയുടെ ഈ പുറം ഭാഗം ഒഴിവാക്കിയ ശേഷം വേണം നടാനായിട്ട്. അടുത്തായിട്ട് വൈറ്റ് ലിപ്സ്റ്റിക്കാണ്. വൈറ്റ് ലിപ്സ്റ്റിക്ക് ബാക്കി പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ചെറിയ ലീഫുകളും ചെറിയ പൂക്കളുമായിരിക്കും ഇതിലുണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമലതി പ്ലാന്റ് ആണ്. ഡ്വാഫ് വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടു, ഇത് ഹൈബ്രിഡ് വെറൈറ്റി. ഇതിൻ്റെ പ്രത്യേകത നല്ല മെറൂൺ ഷെയ്ഡിലുള്ള പൂക്കളായിരിക്കും, പിങ്ക് ആൻഡ് മെറൂൺ ഷെയ്ഡായിരിക്കും. മാത്രമല്ല വലിയ പ്ലാന്റ്സുകൾ, വലിയ ലീഫാണ് ഇതിന് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റ് ബഡ്ലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ബഡ്ലിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് റോസിഡോ പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ സ്ട്രബ് വെറൈറ്റിയാണ്. നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കുറേ ഒരു 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു ചെറിയൊരു ട്രീ പോലെ ആവുന്നു. എന്നാൽ ഇതിന് പോട്ടിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഇത് പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലെമൺ വൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും 50 രൂപ മാത്രമാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഡ്വാഫ് ടൈപ്പ് ആയിരിക്കും. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് വരുന്നത് ബ്ലൂ പാസിഫ്ലോറ പ്ലാന്റ്. ബ്ലൂ പാസിഫ്ലോറ നമുക്ക് ചെറിയ സൈസിൽ തന്നെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ഗ്രാസ് ആണ്. ഇതിനെ ഹാഫ് ഇൻഡോർ ആയിട്ടും ഫുൾ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അടുത്തായിട്ട് വരുന്നത് ടിബോച്ചിന പ്ലാന്റ്. ടിബോച്ചിന നമ്മുടെ മെലസ്ട്രോമയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് വരുന്നത് റെഡ് റോസിഡോ പ്ലാന്റ്. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ തന്നെ റെഡ് ടൈപ്പാണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സിനാണ് 120 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സ്കൾക്ക പ്ലാന്റ്. പ്ലക്ട്രാന്തസിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണിത്. നല്ലൊരു മജന്ത ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് കാനാലിൽ. വെരിഗേറ്റഡ് കാനാലിൽ ശരിക്കും ഒരു ഹൈബ്രിഡ് ടൈപ്പാണ്, ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നതല്ല.
70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 70 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോൺ മെഗാ പൊട്ടാമിക്കാണ്. ഇതൊരു ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പ് എന്നും പറയാം. കുറച്ചൊന്നിങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. എന്നാൽ ഒരുപാട് വള്ളിയായി പോകുന്ന സൈസല്ല. എല്ലാ സമയങ്ങളിലും ഈ അബൂട്ട്ലോൺ മെഗാ പൊട്ടാമിക്കത്തിൽ പൂക്കളുണ്ടാവുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പെട്രിയാണ്. ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഒരു പോട്ടിലാണ്. ഇതിൽ തന്നെ നമുക്ക് കാണുമ്പോൾ പറയാൻ നിറഞ്ഞ പൂക്കളാണ്. നിലത്തും പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് പെട്രിയ പ്ലാന്റ്സ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസി ആണ് കേട്ടോ. വെരിഗേറ്റഡ് ബ്രൺഫെൽസിയുടെ 2 സൈസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ചെറിയ സൈസിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സും വെരിഗേറ്റഡിൻ്റെത് അവൈലബിൾ ആണ്. അടുത്തായിട്ട് വാട്ടർ ജാസ്മിൻ ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഈ വാട്ടർ ജാസ്മിൻ. റൈറ്റിയ എന്ന പേരും ഇതിനുണ്ട്. ഇതിന് നല്ല വെൽ റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ് അല്ല. ഇതുപോലെ നല്ല ബുഷിയായ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വാട്ടർമെലൺ ചെടിയാണ്. ഇതൊരു ഹാഫ് ഇൻഡോറായി വളർത്തുമ്പോഴാണ് ഇതിൻ്റെ ആ കറക്റ്റ് ഒരു ഷെയ്ഡ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെരിഗേഷൻ നഷ്ടപ്പെടുന്നു. അടുത്തായിട്ട് വെരിഗേറ്റഡ് സ്നോ റോസ് ആണ്. വെരിഗേറ്റഡ് സ്നോ റോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് സിംഗിൾ പെറ്റലായിരിക്കും. എന്നാൽ വെരിഗേറ്റഡ് ലീഫുകളായിരിക്കും. ഈ സ്നോ റോസും ചെറിയൊരു ഷെയ്ഡിൽ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ആ വെരിഗേഷൻ കറക്റ്റായിട്ട് ഇതിന് ലഭിക്കുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ പ്ലാന്റ് ആണ്. പീലിയ പ്ലാന്റും ഒരു ഹാഫ് ഇൻഡോറായി വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. ഇതിൽ പൂക്കളുണ്ടാവും, പക്ഷേ പൂക്കൾ അധികം ഭംഗിയുള്ളതല്ല. എന്നാൽ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ യെല്ലോ വെറൈറ്റി നമ്മൾ ഇതുവരെ അങ്ങനെ ഓഫർ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നത് ലില്ലി പില്ലിയുടെ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചുർ ആവേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഡ്രമ്മിലോ നിലത്തോ ഒക്കെ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ മാൻഡിവില്ലയാണ്. യെല്ലോ മാൻഡിവില്ലയുടെ ഹൈബ്രിഡ് ടൈപ്പ് അല്ല കേട്ടോ, നാടൻ ടൈപ്പാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഹെൽത്തി ആയി നിൽക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 90 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രൈനം ലില്ലിയുടെ ബൾബുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് പിങ്ക് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള ബൾബായിരിക്കും സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ്. ഈ ബേബി സൺറോസിൽ പിങ്ക് ഷെയ്ഡ്, ഒരു മജന്ത ഷെയ്ഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. എന്നാൽ ലീഫ് വെരിഗേറ്റഡ് ടൈപ്പാണ്. 50 രൂപയാണ് പ്രൈസ്. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് നമ്മൾ സാധാരണയായിട്ട് ഒരു വാൾ ക്രീപ്പറായിട്ടാണ് വളർത്തുന്നത്. എന്നാൽ ഈ ഒരു ടൈപ്പിന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കുന്നു. അടുത്തായിട്ട് ഫൈക്കസ് ബോൺസായി ആണ്. ഫൈക്കസിൻ്റെ തന്നെ ബോൺസായി പ്ലാന്റ്, കറക്റ്റ് ബോൺസായി ആക്കി എടുത്ത ആ ഒരു പ്ലാന്റാണ്. ഇതിന് നമ്മൾ ഹാഫ് ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കണം. അടുത്തായിട്ട് ബ്രോക്കൺ ഹെർട്ടാണ്. ഇതുപോലെ പോട്ടിൽ നമുക്കൊരു സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. ഹാഫ് ഇൻഡോറായിട്ടും ഇതിനെ വളർത്താനായിട്ട് സാധിക്കും. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ടൈപ്പാണ്. സിങ്കോണിയത്തിൻ്റെ തന്നെ വെരിഗേറ്റഡ് ടൈപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിഫി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. അടുത്തായിട്ട് യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ. ഡോഫ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിൽ നിന്നിട്ട് തന്നെ നിറച്ചും പൂക്കളുണ്ടാകും. നമുക്ക് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. അടുത്തായിട്ട് ഏഞ്ചൽ ബിഗോണിയയുടെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അടുത്തായിട്ട് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ. ഇതിൻ്റെ മൊട്ടും പൂക്കളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 130 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് അവക്കാഡോയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ. സീഡ്ലിംഗ് പ്ലാന്റും ഗ്രാഫ്റ്റഡ് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. പുള്ളോക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നു. ഗ്രാഫ്റ്റ് വെറൈറ്റി ആണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് കായ പിടിച്ച് തുടങ്ങുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇത് എല്ലാ സമയത്തും നിറച്ച് പൂക്കളാണ്. മാത്രമല്ല പൂമ്പാറ്റകളും തേനീച്ചകളും ഇതിൻ്റെ ചുറ്റും എല്ലാ സമയങ്ങളിലും കാണാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം.
നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. ഈ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ലീഫ് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഒരു ഗ്ലേസിങ് തോന്നുന്ന ടൈപ്പിലുള്ള ലീഫുകളാണ് ഇതിന് ഉണ്ടാകുന്നത്. അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ് ആണ്. മണിമുല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷത്തിൽ ഒരു തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന സമയത്ത് കൊല കുത്തി നിറഞ്ഞ പൂക്കളായിരിക്കും മണിമുല്ല പ്ലാന്റ്സിൽ. നെക്സ്റ്റ് വൺ വരുന്നത് ട്രീ ഫേൺ ആണ്. ഫേൺസുകളെല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് നന്നായി നനവ് കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്ന. കണിക്കൊന്നയുടെ അപരൻ എന്നെല്ലാം കനേഡിയൻ കൊന്നയെ വിളിക്കാറുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഹോയ. യെല്ലോ ഹോയയുടെ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ, നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുത്ത വലിയ പ്ലാന്റ്സ് ആണ്. ചിലതിലെല്ലാം തന്നെ പൂക്കളായി നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് 230 രൂപയ്ക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിനാണ് 50 രൂപ. എന്നാൽ നമ്മളെടുത്ത് വലിയ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പൂക്കളൊക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് ഇത്തവണ വെറും 40 രൂപ മാത്രമാണ് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് നമ്മളൊന്ന് കുറച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഗോൾഡ് ഫിഷ് പ്ലാന്റിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സാണ്. ഹാഫ് ഇൻഡോറായി വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ്സാണിത്. നെക്സ്റ്റ് വൺ റെഡ് ഹോയ. ഹോയയുടെ ഒരു 5 ഷെയ്ഡ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ജിഫി പ്ലാന്റ്സ് ആയിരിക്കും എല്ലാം തന്നെ. ഈ സൈസ് പ്ലാന്റ്സിനാണ് 50 രൂപ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് വൈറ്റ് ഹോയ. വൈറ്റ് ഹോയയും ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് തന്നെയാണ്. ഹോയ നിങ്ങൾക്കറിയാം, ഒരുപാട് പരിചരണമൊന്നും വേണ്ടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ്സാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രംപറ്റ്. ഏഞ്ചൽ ട്രംപറ്റ് ഒരു ഹാർഡി വെറൈറ്റിയായി നിന്ന് നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു സ്റ്റബ് പ്ലാന്റാണ്, ഒരു കുറ്റിച്ചെടിയാണ്. ഇതിനെ പോട്ടിലും നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പെപ്രോമിയ പ്ലാന്റ്സ് ആണ്. ഇതുപോലെ വെരിഗേറ്റഡ് ടൈപ്പിലുള്ള ഈ പെപ്രോമിയയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 40 രൂപ മാത്രമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടാണ്. കാവേരി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണിത്. ഇതിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിൻ്റെ പ്രൈസ് 50 രൂപ മാത്രമാണ്. അടുത്തതായിട്ട് വരുന്നത് മൾബറി പ്ലാന്റ് ആണ്. മൾബറിയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്, എന്നാൽ വലിയ ഫ്രൂട്ട് അല്ല കേട്ടോ, നോർമൽ ടൈപ്പ് ഫ്രൂട്ട്സ് തന്നെയാണ്. പക്ഷേ എല്ലാ സമയത്തും ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ് കായ ഉണ്ടാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഇക്സോറ പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് ടൈപ്പല്ല, നോർമൽ ടൈപ്പാണ്. പിന്നെ മാത്രമല്ല മിനിയേച്ചർ അല്ല, അത്യാവശ്യം വലിയ ലീഫും വലിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് അവക്കാഡോയുടെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. ഈ അവക്കാഡോയും പുള്ളോക്ക് വെറൈറ്റി തന്നെയാണ്, അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഇതിലും ഫ്രൂട്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വെഡ്നില്ല പ്ലാന്റ് ആണ്. വെഡ്നില്ല പ്ലാന്റ് ഒരു 3 ഷെയ്ഡിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു മജന്ത, പിന്നെ ഒരു ഡാർക്ക് വയലറ്റിലേക്ക് ഇതിൻ്റെ ഷെയ്ഡ് മാറുന്നു. ഇതൊരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ യെല്ലോ ജാസ്മിനാണ്. ഇത് കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. എന്നാൽ ഒരുപാട് സുഗന്ധമുള്ളൊരു ഫ്ലവർ അല്ല ഇതിലുണ്ടാകുന്നത്. നമ്മൾ അടുത്ത് പിടിച്ച് സ്മെൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സുഗന്ധം മനസ്സിലാകുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ടെക്കോമ. പാണ്ടൂരിയ ജാസ്മിനോയിഡ് എന്നും വിളിക്കാറുണ്ട്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ മഡഗാസ്കർ ജാസ്മിൻ. അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ, വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. മിനിയേച്ചർ ടൈപ്പാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വയലറ്റ് പെട്രിയ. വയലറ്റ് പെട്രിയയും ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് പോട്ടിലാണ്. എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇതിനെ പോട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. അടുത്തായിട്ട് വൈറ്റ് ടെക്കോമ. നമ്മൾ നേരത്തെ പിങ്ക് ടെക്കോമ കണ്ടു, അതിൻ്റെ തന്നെ വെറൈറ്റിയാണ് വൈറ്റ് വരുന്നത്. ഇതും ക്രീപ്പർ ടൈപ്പാണ്. എന്നാൽ പോട്ടിൽ വളർത്തിയാലും ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവുന്നു. നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ നിക്കാഡിയ പ്ലാന്റ്സ്. നിക്കാഡിയ അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചെങ്കിൽ മാത്രമാണ് ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിനാണ് 100 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. വർഷത്തിൽ 2 തവണയാണ് ഈ ഫ്രാസർ ഐലൻഡ് ക്രീപ്പറിൽ ഫ്ലവർ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു തവണ ഫ്ലവർ ആയി കഴിഞ്ഞാൽ അതൊരു 2-3 മാസത്തോളം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന്, അതിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് നിറഞ്ഞ് പൂക്കളുണ്ടായി കാണുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്.
നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ തന്നെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ. ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ തന്നെ റെഡ് ടൈപ്പാണ്. ഇതിനെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെച്ച് വളർത്തുമ്പോഴാണ് അതിൻ്റെ ആ ലീഫിൻ്റെ ഗ്ലേസിങ് മാറാതെ നല്ല ഭംഗിയിൽ നിലനിൽക്കുന്നത്. അടുത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് ടൈപ്പാണ്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. 100 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടെർമിനാലിയ പ്ലാന്റ്സ് ആണ്. വെരിഗേറ്റഡ് ടെർമിനാലിയ അധികവും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സിനാണ് 520 രൂപ പ്രൈസ്. അടുത്തായിട്ട് റെഡ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ്. ഹൈബ്രിഡ് ടൈപ്പാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. ഈ ഒരു പ്ലാന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരുപാട് മെച്ചുർ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് 80 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് കറി ലീവ്സ്, കറിവേപ്പില. എല്ലാവർക്കും ആവശ്യമുള്ള വീട്ടിൽ അത്യാവശ്യമായൊരു പ്ലാന്റ് തന്നെയാണ് ഈ കറി ലീവ്സ്. നമുക്ക് കറിയിലിടുന്നതിന് മാത്രമല്ല, ഫുഡിന് ഉപയോഗിക്കാൻ മാത്രമല്ല, ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. ഇത് വേരിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. സീഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റി ക്രീപ്പറാണ് ഈ കർട്ടൻ ക്രീപ്പർ. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗി. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ഹൈഡ്രാഞ്ചിയാണ്. ഇതും ഡോഫ് വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ടൈപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ഉയരമുള്ള പ്ലാന്റ്സുകളല്ല. നെക്സ്റ്റ് വൺ പിങ്ക് ബഡ്ലിയ. നമ്മളിതിൻ്റെ വൈറ്റ് നേരത്തെ കണ്ടിരുന്നു. ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഈ പിങ്കിൻ്റെ തണ്ടുകൾ വളരെ നേർത്തതായിരിക്കും. അടുത്തായിട്ട് വരുന്നത് ഓറഞ്ച് ടെക്കോമയാണ് കേട്ടോ. ഓറഞ്ച് ടെക്കോമയുടെ ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. 85 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചിലതൊക്കെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ്. അടുത്തായിട്ട് സീഡ്ലെസ് ലെമണാണ്. ഈ പ്ലാന്റിൽ സീഡ് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ടിന്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഡ്രമ്മിലും പോട്ടിലൊക്കെ വളർത്തിയെടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് പോയിൻസിറ്റിയാണ്. റെഡ് പോയിൻസിറ്റിയുടെ ഒരു ട്വിസ്റ്റഡ് ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറും ലീഫൊക്കെ ഇങ്ങനെ ഒരു ചുരുണ്ട് നിൽക്കുന്ന ടൈപ്പായിരിക്കും. ഈ ഒരു സൈസിൽ നമ്മൾ കട്ടിങ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പ്ലാന്റ്സിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ടെക്കോമ. ഓറഞ്ചും യെല്ലോയും നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ തന്നെ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ റെഡ് വരുന്നത്. എല്ലാം തന്നെ ഹൈബ്രിഡ് ടൈപ്പാണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സാണ് 85 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് വോങ്ക ക്രീപ്പറാണ്. വോങ്കയിൽ ഒരു 6 മാസത്തോളമാണ് പൂക്കൾ കാണപ്പെടുന്നത്. ഇതുപോലെ നല്ലൊരു മെറൂൺ ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ നല്ല മെച്ചുറായ പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത്. അടുത്തതായിട്ട് സൂചിമുല്ല. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ സൂചിമുല്ല. ചെറിയ ഫ്ലവർ ആയിരിക്കും, എന്നാൽ നല്ല സുഗന്ധമായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ റോസീഡ. വൈറ്റും റെഡും നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ തന്നെ യെല്ലോയ്ക്ക് 120 രൂപയാണ് പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. ചിലതൊക്കെ മൊട്ടായി തുടങ്ങിയ പ്ലാന്റ്സുകളായിരിക്കും. ഇത് ഓഫറിൽ അധികം ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റാണ് ക്ലെറോഡെൻഡ്രോൺ ഇൻറ്റർമേ. ഇതൊരു ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഏത് ഷേപ്പിലും ബോൺസായി ആക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താനും പറ്റും. അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡിൻ്റെ 2 സൈസ് പ്ലാന്റ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ചെറിയ സൈസിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. വലിയ പ്ലാന്റിന് 120 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒരുപോലെ ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്ട്രോമിയാണ്. ലെഗസ്ട്രോമിയുടെ 3 വെറൈറ്റീസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാലാണ് ഓരോ പ്ലാന്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ സെനീഷ്യോ ക്രീപ്പറാണ്. ഒരുപാട് മെച്ചുർ ആവാതെ തന്നെ ചെറിയ പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ സെനീഷ്യോ ക്രീപ്പർ. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ പോലും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ പിങ്ക് ലൻഡാനയാണ്. പിങ്ക് ലൻഡാനയുടെ കുറച്ച് മെച്ചുറായ പ്ലാന്റ്സാണ് നിങ്ങൾക്ക് ഈ 90 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഇതുപോലെ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളായിരിക്കും ലഭിക്കുക. അടുത്തായിട്ട് ജോൺ ക്രീപ്പറാണ്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ടെക്കോമ വെറൈറ്റിയാണ് ഈ ജോൺ ക്രീപ്പർ. ഇതിനെ പിങ്ക് ടെക്കോമ എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലെഗസ്ട്രോമിയാണ്.
പിങ്ക് ലെഗസ്റ്റോമിയയ്ക്ക് 100 രൂപയാണ് പ്രൈസ്. വൈറ്റും റെഡും കുറച്ചുകൂടെ റേറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ കോംബോയും നമ്മളടുത്ത് അവൈലബിൾ ആണ്. കോംബോ ആയിട്ട് വേണ്ടവർ അതങ്ങനെ മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി. അടുത്തായിട്ട് വരുന്നത് ബോട്ടിൽ ബ്രഷാണ്. ബോട്ടിൽ ബ്രഷിൻ്റെ 2 സൈസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ചെറിയ സൈസ് നമ്മൾ നേരത്തെ കണ്ടു. ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സുകളാണ്. കുറച്ചുകൂടെ മെച്ചുറായി നിൽക്കുന്ന പ്ലാന്റിനാണ് 100 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈനാണ്. ഇതുപോലെ ഈ ഒരു നാരുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ക്രീപ്പറിൻ്റെ തന്നെ ഒരു നല്ല വ്യത്യസ്തമായ തരത്തിലുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ പ്രിൻസസ് വൈന്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോളാണ്. ചൈന ഡോളിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. നമുക്ക് അകത്തളത്തിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ ചൈന ഡോള്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് നൈക്യൂം. വൈറ്റ് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. വൈറ്റ് കോമൺ ആയിട്ട് കാണുന്നതാണ്. റെഡ് എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കുറച്ചായിട്ടുള്ളൂ നമ്മുടെ നഴ്സറികളിലൊക്കെ ഈ ഒരു പ്ലാന്റ് ലഭിച്ചിട്ട് 120 രൂപയാണ് ഇതുപോലെ നല്ല റൂട്ട് ആയി നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് അരൂത പ്ലാന്റാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റാണ് അരൂത പ്ലാന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ അറിയുന്നതാണെന്ന് കരുതുന്നു. അടുത്തായിട്ട് വരുന്നത് ക്ലോറോഫൈലം. ഇതിനെ ഒരു ഹാഫ് ഇൻഡോറായിട്ടും ഫുൾ ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡോങ്കി ടൈലാണ്. ഇതൊരു സെക്കുലൻറ്റ് പ്ലാന്റ് ആണ്. 60 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇരുമ്പംപുളി. ഇരുമ്പംപുളിയുടെ ഈ അത്യാവശ്യം നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ബ്ലൂ തമ്പർജിയ. ബ്ലൂ തമ്പർജിയ പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റിയാണ്. 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കവർ ചെയ്യണമെങ്കിലൊക്കെ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ബ്ലൂ തമ്പർജിയ പ്ലാന്റ്സ്. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇലഞ്ഞി പ്ലാന്റ് ആണ്. ഇലഞ്ഞിയുടെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പോട്ടിലും ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 1.5 വർഷം ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിൽ നിറച്ച് പൂക്കളായിരിക്കും. അതിനു മുമ്പേ പൂക്കളായി തുടങ്ങുന്നുണ്ട്. പക്ഷെ 1.5 വർഷം ആകുമ്പോഴേക്കും നിറഞ്ഞ് പൂക്കളുണ്ടാവുന്നു. അടുത്തായിട്ട് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഒരു സ്രബ് വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്കി മൗസ് എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ്സിനാണ് 90 രൂപ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പോംഗ്രാനൈറ്റ് ആണ്. റെഡ് ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ്സുകളല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ എന്നറിയപ്പെടുന്ന യെല്ലോ തെമ്പർജിയയാണ്. തെമ്പർജിയ കോക്സീനിയ പോലെ വർഷം മുഴുവൻ ഇതിൽ പൂക്കളുണ്ടാകുന്നില്ല. വർഷത്തിൽ 1-2 തവണയാണ് ഇന്ത്യൻ ക്ലോക്ക് വൈനിൽ പൂക്കളുണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബ്രൊംലിയാഡാണ്. ഇതിന് നമ്മൾ വെരിഗേറ്റഡ് മാച്ച് സ്റ്റിക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ആ ഒരു പൂക്കൾ, ഇതിൻ്റെ ആ ഒരു കതിര് വരുന്നത് മാച്ച് സ്റ്റിക്കിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് മാച്ച് സ്റ്റിക്ക് എന്ന പേര് ഇതിന് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ ബ്രൺഫൽസിയാണ്. ഹൈബ്രിഡ് ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടു, വെരിഗേറ്റഡും കണ്ടു. ഇത് നാടൻ ടൈപ്പാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമായിരിക്കും. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൽ വർഷത്തിൽ 2-3 തവണ അല്ലെങ്കിൽ 1-2 തവണ മാത്രമാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അടുത്തായിട്ട് മങ്കി ടൈലാണ്. ഇതും ഒരു സെക്കുലൻറ്റ് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ അബൂട്ട്ലോണാണ്. കൊലകുത്തി പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഈ ടൈഗർ അബൂട്ട്ലോൺ. അബൂട്ട്ലോണിൻ്റെ എല്ലാ വെറൈറ്റീസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടൈഗർ ടൈപ്പ് മാത്രമാണ് കേട്ടോ. ഈ ടൈഗർ അബൂട്ട്ലോൺ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഓറഞ്ചും യെല്ലോയും ഒരു ലൈൻ വരുന്ന ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കും ഇതിന് ഈ പേര് ലഭിച്ചത്. അടുത്തായിട്ട് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് സീസിയുടെ ഒരു ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല വലിയ പ്ലാന്റ്സുകളാണ് 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഹിബിസ്കസ് ആണ്. ഇതിൻ്റെ ഫ്ലവർ നോർമൽ ടൈപ്പ് തന്നെയാണ്, എന്നാൽ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ടൈപ്പാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുന്നതിന് പകരമായി കഴിവതും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഓക്കെ, താങ്ക് യു.